എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട യോക്ക് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ക്യാൻവാസ് പേപ്പർ ആണ്. ക്യാൻവാസ് പേപ്പർ വേണം. അത്യാവശ്യം ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഒരു യോക്ക് പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻവാസ് പേപ്പർ നിർബന്ധമായിട്ടും വേണം. പിന്നെ നിങ്ങൾ ഏത് ക്ലോത്തിലാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ലോത്ത് എടുക്കുക. അതൊരു 1/2 മീറ്റർ വേണം. പിന്നെ നിങ്ങളൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു 2.5 മീറ്റർ ക്ലോത്ത് നിങ്ങൾക്ക് കുർത്തി ചെയ്യാനും വേണ്ടി വരും കേട്ടോ. ഞാൻ യോക്കിൽ വരുന്ന ആ ഒരു പാറ്റേണും ആ നെക്കും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഫ്രണ്ടിലേക്കുള്ള അളവ് പ്രകാരം ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സ്ലിറ്റഡ് കുർത്തി ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇവിടെ നമ്മൾ ഈ ഒരു ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലെ പീസിനെ ഞാൻ ഇതേപോലെ നിവർത്തി വെച്ചിരിക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പീസിന്റെ ബാക്ക് സൈഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല വശം എടുക്കണമെങ്കിൽ നല്ല വശം എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. പിന്നെ ഏത് ഡയറക്ഷൻ വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോ ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ തംബ്നെയിലുള്ള ഫോട്ടോയിൽ വലത് ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് ഉള്ളത്. ഞാൻ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാല് അത് ശ്രദ്ധിക്കാണ്ട് മാറിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏത് ഡയറക്ഷൻ ആണ് വേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ നല്ല ക്ലോത്തിന്റെ നല്ല വശമല്ല ചീത്ത ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ചീത്ത ഭാഗം എടുത്തിട്ട് ഒരു സൈഡ് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷോൾഡർ ലൈനിന്റെ നേരെ താഴോട്ടേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ആം ഹോളിന്റെ ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ തന്നിട്ടുള്ള ഫോട്ടോ രണ്ടും നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് പോയിന്റിന്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ആ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ആയത് കാരണമാണ് നമ്മൾ ഈ ഒരു അളവ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. നമ്മളിത് ഫൈനൽ ലുക്ക് കാണിച്ചു തരും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂട്ടിയിട്ട് എടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം. പറഞ്ഞു ഞാൻ എടുത്തത് ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്കത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചീത്ത വശത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്ത ഭാഗത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ. സൈഡിൽ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 2 ഇഞ്ച് സീം അലവൻസ് വരെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് പേപ്പർ കൊടുക്കണം. ക്യാൻവാസ് പേപ്പറിൽ വരുന്ന പാച്ച് വർക്ക് കൊടുക്കണം എന്നില്ല. ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കറക്റ്റ് അളവ് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ചിന്റെ ഉള്ളിലേക്ക് പോകണം ഈ ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ആ തംബ്നെയിലുള്ള ഫോട്ടോയിലുള്ള ആ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അപ്പൊ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി അതിനെ ഡാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഏകദേശം ആ ഒരു ഷേപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തൊന്ന് വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വരച്ചാൽ മതി. ഇത് എന്തിനാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇതേപോലെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്യാൻവാസ് പേപ്പറിന് ലെങ്ത്തും വിഡ്ത്തും വേണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് 16 ഇഞ്ച് വിഡ്ത്തും 12.5 ഇഞ്ച് ലെങ്ത്തും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാൻവാസ് പേപ്പർ അധികമായിട്ട് പോവില്ല, എന്നാൽ കുറഞ്ഞും പോവില്ല. ഒരു ഐഡിയ ഇല്ലാതെ ക്യാൻവാസ് പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര വേണം എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞു പോവാം, ചിലപ്പോൾ നമുക്ക് കൂടി പോവാം. അപ്പൊ ക്യാൻവാസ് പേപ്പർ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതേപോലെ ഇതിൽ നിന്നൊരു ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അതേ അളവ് പ്രകാരം ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ അളവ് പ്രകാരം ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പർ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് കാണാം. അപ്പൊ ഈ ഒരു ഷേപ്പ് ഞാൻ ഇതേപോലെ ക്യാൻവാസ് പേപ്പറിൽ വളരെ ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെ പീസിന്റെ സെന്റർ അതായത് ഷോൾഡറിന്റെ സെന്റർ ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ക്യാൻവാസ് പേപ്പർ അതേപോലെ വെച്ചിട്ട് ആ സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആം ഹോളിന്റെ ഭാഗം വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഞാൻ അതെല്ലാ സ്റ്റിച്ചും കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററിലും ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുക്കുക. കാരണം നമുക്ക് നെക്ക് ചെയ്യുമ്പോൾ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സെന്റർ മാറിപ്പോവില്ല. എന്നാലും സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിരുന്നു. ഇനി ഞാൻ ഇതേപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഈ ഷേപ്പ് ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രഞ്ച് കർവ് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ തംബ്നെയിലിൽ കണ്ട പോലത്തെ ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് വരയ്ക്കുക. എന്നിട്ടൊന്ന് എക്സ്ട്രാ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെന്റർ കറക്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെന്റർ മിസ്സായി പോവാതെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 3.5 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരയ്ക്കുന്നുണ്ട്.
3.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തെങ്കിലും നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. പക്ഷെ ബോക്സ് വരച്ചത് 3.5 ഇഞ്ചിലാണെന്ന് മാത്രം. അത് നമുക്ക് ആ വൈഡ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു ആലിലന്റെ ഷേപ്പ് ഉള്ളൊരു നെക്കാണ് വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുത്തത്. ആ 3 ഇഞ്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ 3.5 ഇഞ്ചായിട്ട് ആ ഒരു ബോക്സ് വരച്ചിട്ടുണ്ടല്ലോ, ആ ബോക്സിൽ ടച്ച് ചെയ്തും കൊണ്ട് പിന്നെ ഈ 6 ഇഞ്ചിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കാം. 6 ഇഞ്ചിലേക്ക് വരുന്ന സമയത്ത് ആ എൻഡ് എത്തുമ്പോൾ അവിടെ ഒരു പോയിന്റഡ് ആയിട്ട് വരയ്ക്കുക കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു നെക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുക എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ വരച്ചെടുത്തത്. അതായത് 6 ഇഞ്ചിന്റെ സെന്റർ ടച്ച് ചെയ്തും കൊണ്ട് നമ്മൾ ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വന്ന് നിൽക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. നമ്മളിവിടെ എന്താ പറയാ 6 ഇഞ്ചിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ 3 ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു കർവ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന രീതിയിൽ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കുറച്ചും കൂടി താഴ്ത്തി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വരയ്ക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. സെന്റർ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് ബാക്കി നമ്മൾ ഈ വരച്ച അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്കിത് ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിന്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുകൾ ഭാഗത്ത് ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബാക്കി എല്ലാ സൈഡിലും അത്യാവശ്യം ക്ലോത്ത് ഒരു 1/2 ഇഞ്ചെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു മുകൾ വശത്ത് ക്ലോത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 3 സൈഡിലും നമ്മൾ 1/2 ഇഞ്ചെങ്കിലും ക്ലോത്ത് വെക്കണം. അപ്പൊ ആ ക്ലോത്തിന് ഇതേപോലെ ഉള്ളോട്ട് മടക്കി കൊടുക്കുക. ഉള്ളോട്ട് മടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ആ മടക്കുന്ന ഭാഗം എൻഡ് ഭാഗം നമ്മൾ പുറമേക്ക് നല്ല വിസിബിൾ ആയിട്ടാണ് വരിക. കാരണം നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ നീറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒട്ടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വല്ലാണ്ട് വിട്ട് സ്റ്റിച്ച് ചെയ്യാതെ കഴിയുന്നതും അരികിലൂടെ വളരെ നീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. കാരണം നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല. താഴ്ഭാഗത്ത് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട്. വളരെ പതിയെ മെല്ലെ ചെയ്യുക. ഒരു കാരണവശാലും വലിച്ചു പിടിച്ച് ചെയ്യരുത്. വലിച്ചു പിടിക്കുമ്പോൾ ക്ലോത്ത് സ്ട്രെച്ച് ആയി പോകും. അപ്പോഴാണ് ചുളിവുകൾ വരാൻ സാധ്യത കൂടുതൽ. വളരെ മെല്ലെ ആയിട്ട് ഇതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല നീറ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈനിന് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുക്കുക. ഫ്രണ്ടിലെ പീസിന്റെ ചീത്ത വശത്താണ് കേട്ടോ, ശ്രദ്ധിക്കുക, ചീത്ത വശമാണ്. ഫ്രണ്ടിലെ പീസിന്റെ ചീത്ത വശത്തിന്റെ മുകളിൽ നമ്മളിപ്പോൾ ക്യാൻവാസ് പേപ്പറിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ വെക്കുക. അതിന്റെ നല്ല വശം വേണം വെക്കാൻ വേണ്ടിയിട്ട്. സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ സെന്റർ മാർക്ക് ചെയ്തിരുന്നു. അപ്പൊ സെന്റർ ടു സെന്റർ വെക്കുക. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിനു ശേഷം നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ സെന്റർ എത്തുന്ന സമയത്ത് അവിടെ സൂചി ഇറക്കി നിർത്തിയിട്ട് കൂട്ടു പൊക്കി കൊടുത്തിട്ട് വേണം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു പോയിന്റഡ് ആയതുകൊണ്ട് എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന നെക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുക. ശ്രദ്ധിക്കണേ, കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ പീസ് ഒന്നും ഇടയിൽ കുടുങ്ങുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഈ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്ന സമയത്ത് ആ കർവായിട്ട് വരുന്ന ഭാഗവും ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തും ഒക്കെ ഇതേപോലെ നന്നായിട്ട് കട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുള്ളൂ. കട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണവശാലും നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിന്റെ തോട്ടേക്ക് കട്ട് വരാൻ പാടില്ല. അതായത് ആ 4 ഇഞ്ചിലുള്ള ക്ലോത്തിൽ മാത്രമേ കട്ട് വരാൻ പാടുള്ളൂ. ക്യാൻവാസ് പേപ്പറിലേക്ക് കട്ട് കയറി വരാൻ പാടില്ല കേട്ടോ. അതേപോലെ നമ്മൾ കട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിനെ നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കാം. നല്ല ഭാഗത്തേക്ക് മറിച്ചെടുത്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊന്ന് പതിച്ചും കൂടി നെക്കിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ നെക്കിന്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫസ്റ്റ് തന്നെ ആ ആം ഹോളിന്റെ ഭാഗം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ആ ആം ഹോളിന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. പിന്നെ ബാക്കി ഭാഗങ്ങളും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എന്താ പറയുക, ഈ ഒരു ക്യാൻവാസ് പേപ്പറിലുള്ള ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കി അടിക്കുന്ന സമയത്ത് മാക്സിമം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ആ സൈഡിലൂടെ ഉള്ള സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റിച്ച് വരും, അതൊരു അഭംഗിയാണ്. അതുകൊണ്ടാണ് കഴിയുന്നത് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലേസ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മൾ തംബ്നെയിലുള്ള ഫോട്ടോയിൽ, അതായത് നമുക്ക് റെഫറൻസിന് തന്നിട്ടുള്ള ഫോട്ടോയിൽ
അങ്ങനെ ലേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ലേസ് കൊടുക്കാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലേസ് ഈ ഒരു സമയത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെയുള്ള പാറ്റേണും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.